നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി. ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിൽ പരിശോധനയ്ക്കെത്തി. പിന്നീട് അവിടെ അക്രമം നടന്നു. ആ അക്രമം നടന്നിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഈ പരിശോധന ഇ.ഡിയുടെ ആ പരിശോധന തുടങ്ങിയത് രാവിലെ 6:30 മണിയോടുകൂടിയാണ്. ഈ 6:30 മണിക്ക് പരിശോധന തുടങ്ങി ഏതാനും സമയത്തിനുള്ളിൽ തന്നെ മുതിർന്ന നേതാക്കളായ വി ജോയിയും വി ശിവൻകുട്ടിയും വി കെ പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനും എം വി ഗോവിന്ദനും അടക്കമുള്ള നേതാക്കളൊക്കെ അവിടെ എത്തി. എ റഹീമും ആര്യ രാജേന്ദ്രനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ എത്തി. അതിനുശേഷമാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും പ്രവർത്തകർ അവിടേക്ക് എത്തിയത്. എങ്ങനെയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്ന് സാധാരണക്കാരായ പ്രവർത്തകർ അവിടെ എത്തിയത് എന്നുള്ളൊരു ചോദ്യം ന്യായമായും അന്ന് പലയിടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചിട്ടല്ലാതെ ഈ പ്രവർത്തകരൊക്കെ അവിടേക്ക് എത്തില്ല എന്ന് അന്ന് പലരും പറഞ്ഞു. പിന്നീടാണ് ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബ്രാഞ്ച് തലങ്ങളിലേക്ക് വിളിച്ച ഈ പ്രവർത്തകരൊക്കെ എത്രയും വേഗം, കഴിയുന്നത്ര പ്രവർത്തകർ എത്രയും വേഗം തലസ്ഥാനത്ത് പിണറായി വിജയൻ്റെ വാടക വീടിന് മുന്നിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ വന്നത് എന്നുള്ള ഒരു ആരോപണവും പിന്നീട് ഉയർന്നു. എന്തായാലും 26 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. 25 പേർക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, അതായത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. അവസാനം അറസ്റ്റിലായ 26-ാമൻ SFIയുടെ ജില്ലാ പ്രസിഡന്റിനെതിരെ ചുമത്തിയത് പോലീസിനെ ആക്രമിച്ചു എന്നുള്ളൊരു കുറ്റം മാത്രമാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ളൊരു കുറ്റം ചുമത്തിയിട്ടില്ല. പക്ഷേ ഈ നേതാക്കളെയൊക്കെ ഇപ്പോഴും സുരക്ഷിതരാണ്. അവർക്കെതിരെയൊന്നും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ വിഷയത്തെ ഇ.ഡി. അങ്ങനെ വിടാൻ ഉദ്ദേശമില്ല. ഇ.ഡി. ഈ കേസിൽ കക്ഷി ചേരാൻ പോവുകയാണ്. ഈ കേസ് കോടതിയിലെത്തുമ്പോൾ കക്ഷി ചേരാൻ പോവുകയാണ്. ഇ.ഡി. പറയുന്ന ചില വാദങ്ങൾ സാധാരണ പൊതുസമൂഹത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. എങ്ങനെയാണ് ഈ പറയുന്ന പ്രവർത്തകരൊക്കെ അവിടെ എത്തിയത്? നേതാക്കൾ അറിയാതെ അവിടെ അത്തരത്തിലൊരു ഒരു സംഭവം നടക്കില്ല, ഒരു അക്രമം നടക്കില്ല. നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലുള്ള ഒരു അക്രമം അവിടെ നടന്നത്. ഈ അക്രമം നടക്കുമ്പോഴൊക്കെ അണികളെ പിന്തിരിപ്പിക്കാതെ നേതാക്കളൊക്കെ ഒരു വശത്തുകൂടി പിണറായി വിജയൻ്റെ വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അണികളെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് നേതാക്കളൊക്കെ പിണറായി വിജയൻ്റെ വീടിനകത്തേക്ക് പോയി അവിടെ ഒരു രംഗം വഷളാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് അണികൾക്ക് നിർദ്ദേശം നൽകുക, അണികളെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും അവർക്ക് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത് CPM നേതാക്കളാണെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇ.ഡി. കൂടി ഇത്തരത്തിൽ ഇ.ഡിയുടെ ഇപ്പോഴത്തെ ആവശ്യം ഈ നേതാക്കളെ കൂടി പ്രതികളാക്കണം എന്നുള്ളതാണ്. ഇ.ഡി. എന്തായാലും കോടതിയിലെത്തുമ്പോൾ ഈ കേസിൽ കക്ഷി ചേരും. ഇ.ഡിയുടെ ആവശ്യം ഈ നേതാക്കൾക്കെതിരെയും നടപടി വേണം എന്നുള്ളതാണ്. ഈ നേതാക്കൾ അറിയാതെ കാര്യങ്ങളൊന്നും, അക്രമങ്ങളൊന്നും നടക്കില്ല എന്ന് ഇവർ കരുതുന്നു. എന്ന് മാത്രമല്ല, ഇ.ഡി. അവരുടേതായ തരത്തിൽ അന്നത്തെ അക്രമ സംഭവങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ മാത്രമല്ല, പല തെളിവുകളും അവർ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ളൊരു ദുരനുഭവം ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വരരുത് എന്നവർ ആഗ്രഹിക്കുന്നു. കാരണം ബംഗാളിൽ മുമ്പ് ഇത്തരത്തിലൊരു ഇ.ഡി. പരിശോധന നടന്നപ്പോൾ അവിടെ ഇ.ഡി. ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുകയും അന്ന് കർശനമായ നടപടിയെടുക്കുകയും ചെയ്തു. അതിലുൾപ്പെട്ട പലരും ഇപ്പോഴും 2 വർഷങ്ങൾക്കിപ്പുറവും ജയിലിലാണ്. കേരളത്തിലും സമാനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിലുള്ള പ്രതികൾക്ക് ഇത്തരത്തിൽ അവർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടുകയോ അവർക്ക് എതിരെ ചുമത്തിയത് ഗുരുതരമല്ലാത്ത വകുപ്പുകളാവുകയോ ഒക്കെ ചെയ്താൽ അത് പിന്നീട് തങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുമെന്നുള്ള ഒരു ധാരണ ഇ.ഡി. ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി വേണമെന്നും നേതാക്കൾ അറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ലെന്നും അവർ നിലപാടെടുക്കുന്നു. അതുമാത്രമല്ല, ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ കോടതി പറഞ്ഞത് ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ്, ഇത് ആസൂത്രിതമായ ആക്രമണമാണ് എന്നാണ്. അത് ആർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരിക്കലും യാതൊരു അറിയിപ്പുമില്ലാതെ, ഒരുപക്ഷെ വാർത്തകളിൽ പോലും ഈ സംഭവം വരുമ്പോൾ ഈ സാധാരണക്കാരായ അണികൾ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തില്ല. കാരണം അവരൊക്കെ പലരും സാധാരണക്കാരാണ്, ജോലിക്ക് പോയി അന്നന്ന് ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. എന്തോ നിർഭാഗ്യവശാൽ അവർക്ക് ഈ CPMനോട് ഒരു ആഭിമുഖ്യം ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ പാർട്ടി നേതാക്കളോട് ഒരു ഇഷ്ടമുണ്ടായിപ്പോയി എന്നതിൽ കവിഞ്ഞ് അവരൊന്നും ഒരു തെറ്റും ചെയ്ത ആൾക്കാരല്ല. അവരെയൊക്കെയാണ് ഈ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി ഇത്തരത്തിൽ കുരുക്കിലാക്കിയത് ഈ നേതാക്കളൊക്കെ തന്നെയാണ്. അണികൾ അക്രമം കാണിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം നേതാക്കൾക്ക് തന്നെയാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അറസ്റ്റിലായ ഈ പ്രവർത്തകർക്കൊപ്പം, ഈ ഗുണ്ടകൾക്കൊപ്പം നേതാക്കളായ വി ജോയിയെയും കടകംപള്ളി സുരേന്ദ്രനെയും വി കെ പ്രശാന്തിനെയും എ റഹീമിനെയും എം വി ഗോവിന്ദനെയും ശിവൻകുട്ടിയെയും അടക്കമുള്ള നേതാക്കളെയും പിടിച്ചകത്തിടേണ്ടതായിരുന്നു. ഒരു 2 ആഴ്ച ജയിലിൽ കിടക്കുമ്പോൾ ഇവരൊക്കെ ഇത് പഠിക്കും. കാരണം വിരട്ടിയും കയ്യേറ്റം ചെയ്തുമൊക്കെ കാര്യം നേടാം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ മിഥ്യാധാരണ. ആ ധാരണ തിരുത്തേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഉൾപ്പെടെ ആവശ്യം
ആവശ്യമാണ്. കാരണം ഒരു സിസ്റ്റത്തിനെ വെല്ലുവിളിച്ചാൽ, ഭരണകൂടത്തെ വെല്ലുവിളിച്ചാൽ പോലും തങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസവും അഹങ്കാരവും ഈ CPM പ്രവർത്തകർക്കുണ്ട്. എന്തിനേയും കയ്യൂക്കുകൊണ്ട് നേരിടാം, ഭീഷണി കൊണ്ടും കയ്യേറ്റം കൊണ്ടും നേരിടാം എന്നുള്ളൊരു ധാരണ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നും വ്യത്യസ്തമായി CPMകാർക്കുണ്ട്. അതിൻ്റെ ഫലമാണ് ഇവരൊക്കെ അനുഭവിക്കുന്നത്. അന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം പോലും പിണറായി വിജയൻ എന്ന കേരളം വെറുക്കുന്ന, അല്ലെങ്കിൽ ഈ പാർട്ടിയെയും നാടിനെയും തകർത്തെറിഞ്ഞ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കേസുമായി ഉണ്ടായ ഒരു സംഭവമാണ്. മകളാണ് മാസപ്പടി വാങ്ങിയത്. മകൾ ഈ കേസിൽ പ്രതിയാണ്. പിണറായി വിജയൻ മാസപ്പടി വാങ്ങിയതായി പറയുന്നില്ല. പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയല്ല. ആ കേസിൽ പ്രതിയായിട്ടുള്ളത് വീണ മാത്രമാണ്. വീണ പിണറായി വിജയന്റെ വീട്ടിൽ താമസിച്ചത് കൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനയ്ക്ക് എത്തിയത്. വീണ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കുമായിരുന്നില്ല. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും അണികൾക്കില്ലാതെ പോയതാണ് ഇപ്പോഴുള്ള പ്രശ്നത്തിനെല്ലാം കാരണം. എന്തായാലും ED ഉദ്യോഗസ്ഥർ കടുപ്പിക്കുന്നതോടെ, അതായത് നേതാക്കൾ അറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല, ഇതിൻ്റെ എല്ലാം ഉത്തരവാദി നേതാക്കൾ കൂടിയാണ്, അതുകൊണ്ട് അവർക്കെതിരെയും നടപടി വേണം എന്നുള്ളൊരു നിലപാട് ED കടുപ്പിക്കുന്നതോടെ MP ഗോവിന്ദനും കടകംപള്ളിയും V ശിവൻകുട്ടിയും V ജോയിയും അടക്കമുള്ള നേതാക്കളുടെ കാര്യം പരുങ്ങലിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ്.